ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് നല്ല തണുത്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഹാർപ്പിക്കാണ് കേട്ടോ. നമുക്ക് വളരെ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കാൻ പറ്റും. നമ്മുടെ കിച്ചൺ സിങ്ക് എത്ര ബ്ലോക്ക് ആയാലും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്താൽ എത്ര വലിയ ബ്ലോക്ക് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പല്ലി, പാറ്റ, എലീനെയൊക്കെ തുരത്താനൊക്കെ വളരെ നല്ല ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ തന്നെ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് ഉജാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പഴയ ഒരു സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പഴയ ഒരു സ്പൂൺ കൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നേരെ ഹാർപ്പിക്കിൽ ഉള്ള ഇതിലായിട്ട് നമ്മൾ കൈയിട്ട് ഇളക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴന്നിരിക്കുന്ന കഞ്ഞിവെള്ളം ആയിരിക്കണം. പച്ചവെള്ളം പോലത്തെ കഞ്ഞിവെള്ളം എടുക്കരുത്. തലേന്നത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ കിച്ചൺ സിങ്കിലേക്ക് കൊണ്ടുപോകാം. കിച്ചൺ സിങ്കിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് 2 ഡ്രോപ്സ് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കളർ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. കൈകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിതിനകത്ത് ഡിഷ് വാഷോ സോപ്പ് പൊടിയോ അതുപോലെ തന്നെ സോപ്പിൻ്റെ ലിക്വിഡോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി കിച്ചൺ സിങ്കൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ബാഡ് സ്മെല്ലൊക്കെ എപ്പോഴും കാണും. മീൻ, ഇറച്ചിയിൽ ഇതിൻ്റെയൊക്കെ മണം കാണും. എത്ര കഴിയാലും ഈ കിച്ചൺ സിങ്കിൽ ഈ ബാഡ് സ്മെല്ല് പോകത്തില്ല കേട്ടോ. അത് മാത്രമല്ല ചെറിയ ചെറിയ ബ്ലോക്കുകൾ വരിക. ഇതിൻ്റെ സിങ്കിൻ്റെ പൈപ്പിലൊക്കെ പായൽ കെട്ടി നിന്നിട്ടും വേസ്റ്റ് പോയി അടിഞ്ഞിട്ടും നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടായിട്ട് വെള്ളം ഒന്നും പോകത്തില്ല. ഒരുപാട് പാടുപെടേണ്ടി വരും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതൊന്നും ശരിയായില്ലെങ്കിൽ ബ്ലോക്ക് മാറിയില്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ആളെ വിളിച്ച് അത് ശരിയാക്കേണ്ടിയും വരും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ഒരു സൊല്യൂഷനും കൊണ്ടൊന്ന് ചെയ്ത് നോക്കൂ. ആദ്യം നല്ലപോലെ ഇതൊന്ന് വെച്ചൊന്ന് കഴുകുക. കഴുകിയതിന് ശേഷം ആ കഴുകുമ്പോൾ തന്നെ ഇതിൽ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള എല്ലാ ഇതുള്ള വിനാഗിരി ഒക്കെ ഉള്ളത് കാരണം ആ ബ്ലോക്ക് ഒക്കെ മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ബ്ലോക്കുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യമേ എൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം ഇപ്പം നമ്മൾ ഈ ആ വിനാഗിരി ഹാർപ്പിക്ക് നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തോടെ അഴുക്ക് ഇതുപോലെ നമുക്കിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. കൈ വെച്ച് വേണം നിങ്ങൾക്ക് കിടക്കല ബ്രഷ് കൊണ്ടാണല്ലോ എടുക്കാൻ. ഇപ്പം കൈ വെച്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് പൊങ്ങി വരും ആ ഇതിൻ്റെ നമ്മുടെ ഹാർപ്പിക്കൊക്കെ ഒഴിക്കുമ്പോൾ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിങ്കിലേക്ക് നമ്മൾ ഹാർപ്പിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കരുത്. പകരം ഇതേ രീതിയിൽ ഒഴിക്കാവുള്ളൂ. ഇത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഒഴിക്കാവുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് സിങ്കിൽ കൊണ്ടൊഴിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയും കൂടെ എടുത്തതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒത്തിരി ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കൂ. കിച്ചൺ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റാൻ നമുക്ക് എന്തൊക്കെ രീതിയിൽ ചെയ്യാനുള്ള ടിപ്പുകളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കൂ കേട്ടോ. ഇത് വളരെ നല്ലതാണ്. കിച്ചൺ സിങ്കിലാണ് കൂടുതലും നമ്മൾ ഈ കിച്ചൺ സിങ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലേക്ക് പല്ലി, പാറ്റ, എലിയൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണ്ണിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പല്ലിയും പാറ്റ ഒക്കെ ഇല്ലാതെ കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഒത്തിരി പാറ്റകളെ ചില നേരം ഭയങ്കര പാറ്റ ശല്യമായിരിക്കും അതല്ലേ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൂത്രമാണ് ഇത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത് കണ്ടില്ല? നല്ലപോലെ ആ ബ്ലോക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ചുഴി പോലെ വെള്ളം ഫുള്ള് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഇതുപോലെ എൻ്റെ സ്പോഞ്ച് എടുക്കുക. ഇങ്ങനത്തെ സ്പോഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പല്ലി, പാറ്റ, എനിക്കൊക്കെ വളരെ ഇഷ്ടമാണ്. നിറക്കി ഇടുമല്ലേ. അന്നിപ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ അല്ലേ, ആ സൊല്യൂഷൻ കുറച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നേരെ നമ്മൾ കിച്ചൺ സിങ്കിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ വെള്ളം പോകുന്ന ആ ഭാഗത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പീസ് ഞാൻ മാറ്റിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ രാത്രി നമ്മൾ കിച്ചൺ സിങ്ക് ക്ലീൻ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് മനസ്സിലാവും പല്ലിയും പാറ്റാവശത്തോടെ വരത്ത് പോലും ഇല്ല കേട്ടോ. അടിപൊളി ഒരു ഇത് സൊല്യൂഷനാണ്. പല്ലിയുടെയും പാറ്റയുടെയും വയറ്റിൽ അത് ചെന്നാൽ വയറൊക്കെ വീർത്ത് പിന്നെ പരവേഷം എടുത്തൊക്കെ ചത്തു പോക്കോളും. നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഉജാല ഒക്കെ സൂപ്പറാണ്. പല്ലീനെയും പാറ്റാനെയും എലീനെയും ഒക്കെ
തുരത്താൻ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകാതിടുവാണെങ്കിൽ തന്നെ ആ പാത്രമൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ പല്ലിയും പാറ്റയൊക്കെ രാവിലെ കഴിക്കുമ്പോഴത്തേക്കും പാറ്റയൊക്കെ ഒരുപാടൊക്കെ നമുക്ക് വയ്യാത്ത അവസ്ഥ ചിലപ്പോൾ പാത്രം കഴുകാതെ കിച്ചൺ സിങ്കിൽ തന്നെ ഇട്ട് വെക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ഇതിനെ പാത്രങ്ങളിൽ ഒരുപാട് പാറ്റൊക്കെ വന്നിരിക്കുന്ന കാണാം. അവരപ്പോൾ പല പല അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ പാത്രങ്ങൾ കഴിവതും രാത്രി തന്നെ കഴിവെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കിച്ചൺ സിങ്ക് ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം പല്ലിയും പാറ്റാവും വരാതിരിക്കാൻ വേണ്ടി ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലതായിട്ടും 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. എനിക്ക് യൂസ്ഫുള്ളാകുന്നതാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കും നല്ല ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.